ജോലി വളരെ ഭംഗിയായും വളരെ സുതാര്യമായും സത്യസന്ധമായും സ്വതന്ത്രമായും നിഷ്പക്ഷമായും ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ ജോലി ചെയ്യുന്നതിനിടയിൽ നിയമപരമായി നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ജില്ലാ ഇലക്ഷൻ ഓഫീസറും അതുപോലെ നിങ്ങൾ ഏത് നിയോജകമണ്ഡലത്തിലാണോ ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന അതിലെ ഭരണാധികാരിയും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ നിയമപരമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും അവരുടെ പിന്തുണ ഉണ്ടാകും. മറിച്ച് ഞാൻ പറയണ്ടല്ലോ, നിയമപരമായി അല്ലാത്ത നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കും അവരുടെ പിന്തുണ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നിങ്ങൾ നിയമപരമായി ഏത് പ്രവൃത്തിയും ചെയ്താലും നിങ്ങളെ സംരക്ഷിക്കാൻ അതിന് മുകളിൽ ആളുണ്ടാവും. എല്ലാ പ്രവൃത്തിയും നിയമപരമായി ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ പ്രവൃത്തി വളരെ ക്ലേശകരമാണ് എന്ന് തോന്നുന്ന ആളോട് ഞാൻ പറയേണ്ടത്, കൽപ്പറ്റ നാരായണൻ എന്ന ഒരു പ്രസിദ്ധനായ നോവലിസ്റ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ നോവൽ എവിടം എന്നാണ്. അദ്ദേഹം അതിൽ പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, ഹിമാലയം എന്നത് അവിടത്തേക്ക് എത്തിപ്പെടാനുള്ള ക്ലേശം കൂടിയാണ്. ഹിമാലയം എന്നത് അവിടേക്ക് എത്തിപ്പെടാനുള്ള ക്ലേശം കൂടിയാണ്. തിരഞ്ഞെടുപ്പ് എന്നത് നമുക്ക് ശമ്പളം വാങ്ങിക്കാനുള്ള ക്ലേശം കൂടിയാണ്. നമ്മളൊക്കെ ശമ്പളം വാങ്ങിക്കുന്നത് തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസർ ആവില്ല. അധികാരിയാണ്, അധികാരിയുടെ മകനാണ് അധികാരി. എനിക്ക് വില്ലേജ് ഓഫീസർ ആവാൻ പറ്റില്ല. ഞാൻ അധികാരിയുടെ മകനല്ല. ആശാന്റെ മകനാണ് ആശാൻ. എഴുത്താശാന്റെ മകനാണ് ആശാൻ. പല ആളും അധ്യാപകരാകട്ടില്ല. അങ്ങനെ പല ജോലികളും പരമ്പരാഗതമായി കൈമാറി വന്നതായിരുന്നു. ജനാധിപത്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്കൊക്കെ ഈ ജോലിയൊക്കെ ലഭിച്ചത് എന്നാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള തയ്യാറാവുക. നമുക്ക് തുടങ്ങുന്നത് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിച്ചേരുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നമ്മൾ എത്തിച്ചേർന്നാൽ അത് ആ സമയം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിങ്ങൾക്ക് പ്രത്യേക സമയം തരും. ആ സമയത്ത് മാത്രം നമ്മൾ എത്തിച്ചേരുക. അതിന് മുമ്പ് എത്തണ്ട, അതിന് ശേഷം എത്തണ്ട. ഒരു കൃത്യസമയം നമുക്ക് തരും. അവിടെ ആ സമയത്ത് മാത്രം എത്തുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന് അകത്തേക്ക് പ്രവേശിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളവർ പുറത്ത് വാഹനം ഉണ്ടാവും. സെക്കൻഡ് പോളിംഗ് ഓഫീസറും തേർഡ് പോളിംഗ് ഓഫീസറും പുറത്ത് വാഹനത്തിൽ കാത്തു നിന്നാൽ മതി. ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും മാത്രം സെന്ററിനകത്തേക്ക് പ്രവേശിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ, കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിക്കേണ്ടതുകൊണ്ട് ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടി. നിങ്ങളെല്ലാവരും ആ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പോളിംഗ് സ്റ്റേഷനാണെന്ന് കണ്ടെത്തുക. ഇപ്പം നമുക്കറിയില്ല ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് നമുക്ക് ഡ്യൂട്ടി ഉള്ളതെന്ന്. ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് നമുക്ക് ഡ്യൂട്ടി എന്ന് കണ്ടെത്തുക. പോളിംഗ് ഒഫീഷ്യൽസിനെയൊക്കെ പരിചയപ്പെടുക. നേരത്തെ അതിന് പുറത്തെത്തിയല്ല നമ്മൾ ആരുടെ കൂടെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത് പോൾ മാനേജർ ആപ്പാണ്. നമ്മുടെ നേരത്തെ ഡ്യൂട്ടി ചെയ്തവർക്കൊക്കെ അറിയാം, പോൾ മാനേജർ ആപ്പിലാണ് നമ്മൾ ഈ ഇലക്ഷൻ സംവിധാനങ്ങൾ അതിന് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ആ പോൾ മാനേജർ ആപ്പ് എന്നുള്ളത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയും പ്രിസൈഡിംഗ് ഓഫീസറുടെയും എല്ലാവരുടെയും നമ്പർ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ നമ്പർ വെച്ചിട്ട് ആ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ OTP ലഭിക്കും. അത് പ്രകാരം നിങ്ങൾക്ക് ആ ആപ്പിലേക്ക് ഇതാക്കാം. ആ ആപ്പിൽ ഒരു SOS ഉണ്ട്. SOS ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ആരെങ്കിലും അതിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കണമെങ്കിലോ ഫോൺ ചെയ്യണമെങ്കിലോ അതിൽ ഇലക്ഷൻ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ നമ്പേഴ്സ് അതിലുണ്ടാവും. 21 ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക. അതിൽ 2 ചോദ്യം തലേ ദിവസം ഉത്തരം പറയേണ്ടതാണ്. 21 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ തലേ ദിവസം പറയേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിയോ, നിങ്ങൾ അവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തോ എന്നുള്ള അതിനുള്ള ചോദ്യമാണ്. ആ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളവിടെ ഓൾ ഇൻ പൊസിഷൻ ആയോ എന്നുള്ളതാണ്. നിങ്ങൾ സെൻറ്ററിൽ എത്തിയിട്ടാകുമ്പോൾ പൊസിഷനിൽ എത്തിയോ എന്നുള്ളത്, എല്ലാവരും റെഡിയാണോ, ഇലക്ഷൻ്റെ സജ്ജീകരണത്തിൽ റെഡിയാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, രാവിലെ നിങ്ങൾ മോക്ക് പോൾ നടത്തിയോ എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം, മോക്ക് പോളിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്തോ എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചോദ്യം, ആക്ച്വൽ പോൾ തുടങ്ങി അതുപോലുള്ള ചോദ്യങ്ങളാണ്. 21ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ്, നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ തിരിച്ചെത്തിയോ എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് തിരിച്ച് നിങ്ങൾ ഇത് ഹാൻഡ് ഓവർ ചെയ്തോ എന്നുള്ളതാണ്. സാധാരണ 20 ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായ ഉത്തരം പറഞ്ഞാലും 21ാമത്തെ ചോദ്യം പറയാതെ ചിലപ്പോൾ പോയി കളയും. കാരണം ഇനി എന്താ വേണ്ടത്, എല്ലാം കഴിഞ്ഞല്ലോ, ഇനി എന്തിനും ഇലക്ഷനിൽ പോയില്ലെങ്കിൽ എന്തേ, ഞങ്ങൾ വീട്ടിൽ പോയോന്ന് ഇവർ ചോദിച്ചിട്ടല്ലോ എന്നുള്ള ചോദ്യം. അതുകൊണ്ട് നമ്മൾ ഉത്തരം പറയാതെ പോകണ്ട. അത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ 12 മണിയോ 1 മണിയോ ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫോൺ വിളിച്ച് ജസ്റ്റ് ഉറങ്ങിയിട്ടേ ഉണ്ടാവും, അപ്പോഴേക്കും വിളിക്കും, എന്താ നിങ്ങൾ ആ 21ാമത്തെ ചോദ്യം ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും കൃത്യമായി ചെയ്താൽ വളരെ
സ്മൂത്തായി ഇലക്ഷൻ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിൽ നടന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കൃത്യമായി നമ്മുടെ ആ ആപ്പ് ഉപയോഗിക്കുക. ആപ്പ് വളരെ സക്സസ് ആയിട്ട് 2 ഇലക്ഷനിലും നടന്നതാണ്. അതുകൊണ്ട് യാതൊരു കോംപ്ലിക്കേഷനും അതിലില്ല. അതിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ സ്കിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയെങ്കിൽ തിരിച്ചു പോകാനും മുന്നോട്ടേക്ക് പോകാനൊക്കെ അതിൽ മാർഗങ്ങളുണ്ട്. പോളിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുകയാണല്ലോ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നമ്മുടെ ചുമതല. പോളിംഗ് മെറ്റീരിയൽസ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മെഷീൻ തന്നെയാണ്, EVM ആണ്. ഈ പ്രാവശ്യത്തെ EVMൻ്റെ പ്രത്യേകത M3 സീരീസിൽപ്പെട്ട EVM ആണ്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ഉപയോഗിച്ചത് M2 സീരീസാണ്. ഇത് M3 ആണ്. ഇതിലൊരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത, ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ VSG എന്ന ഒരു പ്രത്യേക ഉപകരണം ഉണ്ടായിരുന്നു. അത് നമ്മുടെ VVPATൻ്റെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ പ്രാവശ്യം ഇല്ല. അതുകൂടി നമ്മളെ കൺട്രോൾ യൂണിറ്റിൽ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കും. അതാണ് ഒരു വലിയ പ്രത്യേകത. മാത്രമല്ല M3 സീരീസ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്യുന്നത്. കുറച്ചൊക്കെ ലൈറ്റാണിത്, കുറേ കൂടെ ലൈറ്റായിട്ടുള്ള സാധനമാണ്. വളരെ എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. പ്രശ്നമില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. കറണ്ട് പോയി, അപ്പോൾ ഇനി നമുക്ക് തുടരാം, പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ M3 സീരീസിൽപ്പെട്ട EVM മെഷീനാണ് നമുക്ക് കിട്ടുക. അത് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബൂത്തിലേക്ക് അലോട്ട് ചെയ്തത് തന്നെയാണോ നമുക്ക് തന്നിരിക്കുന്നതെന്ന് നോക്കണം. അത് നോക്കാൻ നമുക്ക് ഇതിന് പുറത്തുള്ള പെട്ടിയിൽ അത് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അഡ്രസ് ടാഗ് ഉണ്ടാവും. ആ അഡ്രസ് ടാഗ് ഇതിൽ നമ്പർ ഉണ്ടാവും, മെഷീൻ്റെ നമ്പർ ഉണ്ടാവും, EVMൻ്റെ ഓരോന്നിൻ്റെയും നമ്പർ ഉണ്ടാവും. ബാലറ്റ് യൂണിറ്റിൻ്റെ നമ്പർ, ബാലറ്റ് യൂണിറ്റിൻ്റെ പുറകെ വശത്ത് ഇതിന് നമ്പർ ഒരു മെറ്റൽ പ്ലേറ്റിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ നമ്പറുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. അതുപോലെ കൺട്രോൾ യൂണിറ്റ് നമ്മുടെ ബൂത്തിലേക്കുള്ളതാണോ എന്ന് ഇവിടെയും ഒരു നമ്പർ ഉണ്ടാവും. അത് ഇത് തന്നെയാണോ നോക്കുക. ഈ VVPATനും അതുപോലെ നമ്പറുകളുണ്ട്. നമ്പറുകളൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കുക. അതുപോലെ ഈ മെഷീൻ എടുക്കുമ്പോൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഒരു 5 പേരാണ് എന്ന് കരുതുക. 1, 2, 3, 4, 5 ഒരു നോട്ട് അടക്കം 6 സ്ഥാനാർത്ഥികളുടേതാണ് ഇവിടെ അൺമാസ്ക് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ചിലപ്പോൾ ഇതൊക്കെ മാസ്ക് ചെയ്തിട്ടാണ് ഉണ്ടാവേണ്ടത്. ചില അവസരത്തിൽ ചിലപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് മാസ്ക് ചെയ്തിട്ട് അറിയാതെ ഈ നോട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ മാസ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കണം. നമുക്ക് ആവശ്യമായ എല്ലാ ബട്ടൺസും അൺമാസ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ക്ലിയർ ഉണ്ടോ, ഏതെങ്കിലും ടൈറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. മെഷീൻ എടുക്കുമ്പോൾ അത് പരിശോധിക്കുക എന്നുള്ളതാണ്. അതുപോലെ അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, VVPAT ഒരിക്കലും ഓൺ ചെയ്ത് നോക്കരുത്. മോക്പോളിൻ്റെ സമയത്ത് മുമ്പിലല്ലാതെ, മോക്പോളിൻ്റെ സമയത്തല്ലാതെ VVPAT ഓൺ ചെയ്ത് നോക്കരുത്. അത് ആ സമയത്ത് മാത്രം ഓൺ ചെയ്യാനുള്ള സാധനമാണ്. അതിന് മുമ്പിൽ ഈ VVPAT ഓൺ ചെയ്യരുത്. ബാക്കിയുള്ള പോളിംഗ് മെറ്റീരിയൽ പെട്ടെന്ന് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. അത് ഓരോന്ന് എന്തിനാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് വായിച്ചു പോകാം. കൺട്രോൾ യൂണിറ്റ് നമുക്കറിയാമോ, മെഷീൻ്റെ കൺട്രോൾ യൂണിറ്റാണ്. ബാലറ്റ് യൂണിറ്റ് ഇതാണ്. VVPAT ബ്ലാക്ക് എൻവലപ്പ് ആൻഡ് പ്ലാസ്റ്റിക് ബോക്സ്, അത് മോക്പോളിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബ്ലാക്ക് എൻവലപ്പും പ്ലാസ്റ്റിക് ബോക്സ്. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ്, നമുക്ക് വോട്ട് ചെയ്യാനുള്ള മറ ഉണ്ടാക്കുന്നതാണ് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ്. ഇൻഡെലിബിൾ ഇങ്ക്, വോട്ടർക്ക് മഷി പുരട്ടാനുള്ള മഷിയാണ് ഇൻഡെലിബിൾ ഇങ്ക്. സ്പെഷ്യൽ ടാഗ്, CUനുള്ള സ്പെഷ്യൽ ടാഗാണ്. കൺട്രോൾ യൂണിറ്റ്, CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിനുള്ള സ്പെഷ്യൽ ടാഗ്. ജനറൽ പേപ്പർ സീൽ ഗ്രീൻ പേപ്പർ സീൽ ഫോർ CU. CUന് വെട്ടേണ്ട ഗ്രീൻ പേപ്പർ സീലാണ്. എന്താണ് എന്നുള്ളത് പിന്നീട് നമുക്ക് കാണിച്ചു തരാം. ഏതാണ് അത് സാധനം എന്നുള്ളത് നമുക്കിവിടെ കാണിക്കാനുണ്ട്. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് സമയത്ത് നമുക്ക് കാണിച്ചു തരാം. ഗ്രീൻ പേപ്പർ സീല്, സ്ട്രിപ്പ് സീല്, ഇതാണ് സ്ട്രിപ്പ് സീല്. ഇതും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് സമയത്ത് ഉപയോഗം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിങ്ക് പേപ്പർ സീല്, സാധനം ഇതാണ്. ഈ സാധനമാണ് പിങ്ക് പേപ്പർ സീല്. പക്ഷെ ഇത് ഇവിടെ ഒട്ടിക്കാനുള്ളതല്ല, പ്ലാസ്റ്റിക് ബോക്സ് ഒട്ടിക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് പറഞ്ഞല്ലോ, ആ പ്ലാസ്റ്റിക് ബോക്സിന് വെക്കാനാണ് പിങ്ക് പേപ്പർ സീല് നമുക്ക് നൽകുന്നത്. മെറ്റൽ സീല് നമ്മൾ ഓഫീസ് ആവശ്യം ഉപയോഗിക്കുന്നത് പോലുള്ള ആവശ്യത്തിനാണ്. റബ്ബർ സ്റ്റാമ്പ്, അത് മോക്പോള് സമയത്ത് നമുക്ക് സ്ലിപ്പ് കിട്ടുന്നതിൻ്റെ പിറകു വശത്ത് അടിക്കാനുള്ളതാണ്. മോക്പോളിൻ്റെ സ്ലിപ്പിൻ്റെ പിറകു വശത്ത് അടിക്കാനുള്ളതാണ്. മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറോൾ വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറോൾ അതില്ലാതെ നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല. മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറോൾ വോട്ടർ പട്ടികയാണ്, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. മാർക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്
മാർക്ക് ചെയ്യുക. PB ആണ് അതിൽ മാർക്ക് ചെയ്യുക. PB എന്നാൽ പോസ്റ്റൽ ബാലറ്റ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്കഡ് കോപ്പിയുടെ കൂടെ CSV ലിസ്റ്റും പ്രവാസി വോട്ടേഴ്സിൻ്റെ ലിസ്റ്റും ഉണ്ടാവും. CSV ലിസ്റ്റ് പറഞ്ഞാൽ ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സ് ആണ്. ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സ് പറഞ്ഞാൽ അതിർത്തിയിലുള്ള ആരെങ്കിലും അവർക്കിവിടെ വോട്ട് ചെയ്യാൻ വരാതിരിക്കുമ്പോൾ ഒരു പ്രോക്സിനെ നിയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സ്. നമുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ലിസ്റ്റും കൂടി ഉണ്ടാവും. പ്രവാസി വോട്ടേഴ്സ് സാധാരണ ഉണ്ടാവും. പ്രവാസികൾക്ക് വോട്ട് അവിടെ ഒന്ന് ചേർക്കാം. അവർ നാട്ടിൽ വന്നാൽ വോട്ട് ചെയ്യാം. അതാണ് പ്രവാസി വോട്ടേഴ്സ്. ആ ലിസ്റ്റും കൂടെ മാർക്കഡ് കോപ്പിയുടെ ഭാഗമാണ്. പിന്നെ ഒരു ASD ലിസ്റ്റും കൂടി ഉണ്ടാവും. ASD ലിസ്റ്റ് പറയുന്നത് ഫീൽഡിൽ നിന്ന് ഈ ഇലക്ഷൻ്റെ പ്രോസസ്സൊക്കെ നടക്കുന്ന സമയത്ത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള സമയം കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ആബ്സെൻറ്റീസ്, ഷിഫ്റ്റ്, ഡെത്ത് ഇത്തരം കേസുകൾ BLOമാർ ഫീൽഡ് ലെവലിൽ നിന്ന് കളക്ട് ചെയ്ത് ലിസ്റ്റ് ആക്കിയിട്ട് ROന് നൽകും. ആ ലിസ്റ്റ് നമുക്ക് കൂടെ നൽകും. ആ ലിസ്റ്റിൽ വന്നവർ എങ്ങനെ വോട്ട് ചെയ്യണം, ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. ആ സമയത്ത് പറയാം. ഇപ്പോൾ ASD ലിസ്റ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കാണാം. അപ്പോൾ മാർക്കഡ് കോപ്പിയുടെ കൂടെ 3 സാധനങ്ങൾ ഉണ്ടാവാം. ഒന്ന് CSV ലിസ്റ്റും, ഒന്ന് പ്രവാസി വോട്ടർമാരുടെ ലിസ്റ്റും, മറ്റൊന്ന് ASD ലിസ്റ്റും. അതുകൂടി ഉണ്ടാവാം. എല്ലാ ബൂത്തിലും അത് ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവാം. അപ്പോൾ അതാണ് മാർക്കഡ് കോപ്പി. വർക്കിംഗ് കോപ്പി ഓഫ് ഇലക്ട്രോൾ. വർക്കിംഗ് കോപ്പി എന്ന സാധാരണ ഇലക്ട്രോൾ തന്നെ അത് മാർക്കഡ് കോപ്പി ആയിരിക്കില്ല. അത് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോളിംഗ് ഓഫീസറിന് ഉപയോഗിക്കാനുള്ള 1, 2, 3 കോപ്പികളൊക്കെ ഉണ്ടാവാം. ബാലറ്റ് പേപ്പർ. എന്തിനാ ബാലറ്റ് പേപ്പർ? നമ്മൾ മെഷീനിലാണല്ലോ വോട്ട് ചെയ്യുന്നത്. ബാലറ്റ് പേപ്പർ എന്തിനു വേണ്ടിയിട്ടാണ്? ടെൻഡർ വോട്ട് എന്ന സംവിധാനമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ബാലറ്റ് പേപ്പർ. എന്താണെന്ന് പിന്നീട് അത് വീണ്ടും വിശദീകരിക്കാനുണ്ട്. വോട്ടേഴ്സ് സ്ലിപ്പ് എന്നത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ വോട്ടർ സ്ലിപ്പ് കൊടുത്തിട്ട് തേർഡ് പോളിംഗ് ഓഫീസറിലേക്ക് അയക്കേണ്ടതാണ്. ആ വോട്ടർ സ്ലിപ്പാണ്. കക്ഷി കൊണ്ടുവരുന്ന സ്ലിപ്പല്ല. രാഷ്ട്രീയക്കാർ നൽകുന്ന സ്ലിപ്പ് ഉണ്ടാവും, അതല്ല വോട്ടർ സ്ലിപ്പ്. നമ്മുടെ പോളിംഗ് ഓഫീസർ നൽകുന്ന വോട്ടർ സ്ലിപ്പാണ് ഉദ്ദേശിക്കുന്നത്. രജിസ്റ്റർ ഓഫ് വോട്ട്സ് വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് അതായത് ബൂത്തിൽ എത്തുന്ന ഓരോ വോട്ടറുടെയും ഡീറ്റെയിൽസ് എഴുതുന്ന സാധനമാണ്. അവരുടെ ഒപ്പ് വാങ്ങിക്കുന്ന രജിസ്റ്ററാണ് 17A രജിസ്റ്റർ. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് അല്ലെങ്കിൽ 17A രജിസ്റ്റർ എന്ന് കൂടെ നമ്മൾ പറയുന്നത്. ഫോം ഓഫ് ലിസ്റ്റ് ഓഫ് ടെൻഡേർഡ് വോട്ട്സ് 17B അത് ടെൻഡർ വോട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലിസ്റ്റ് പ്രത്യേകമായിട്ടാണ് എടുക്കുന്നത്. അവരുടെ പേര് 17A രജിസ്റ്ററിൽ ഉണ്ടാവില്ല, 17Bയിൽ പ്രത്യേകമായി ചേർക്കും. അതാണ് 17B രജിസ്റ്റർ. അക്കൗണ്ട് ഓഫ് വോട്ട്സ് 17C ആണ്. 17A, B, C വളരെ പ്രധാനപ്പെട്ട 3 ഫോംസ് ആണ്. 17A എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് വോട്ട്സ്. ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ വോട്ടർമാരും അതിൽ ഒപ്പിട്ടിട്ടുണ്ടാവും. ടെൻഡേർഡ് വോട്ട് പറയുന്ന ആൾ ഒപ്പിടുന്നതാണ് 17B രജിസ്റ്റർ. അതായത് ടെൻഡർ വോട്ട് അയാളുടെ വോട്ട് നേരത്തെ A രജിസ്റ്ററിൽ ആരോ ഒപ്പിട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളുടെ പേര് വീണ്ടും നമുക്ക് അതിൽ എഴുതാൻ പറ്റില്ല. അതിനുവേണ്ടി 17B ഉപയോഗിക്കും. 17C എന്നത് നമ്മൾ എത്ര വോട്ടുകൾ അവിടെ ഉണ്ടായി, നമ്മുടെ ബൂത്തിൽ എത്ര വോട്ട് ചെയ്തു എന്ന് കാണിക്കുന്ന അക്കൗണ്ടാണ് 17C അക്കൗണ്ട്. ഇതിന് 2 പാർട്ട് ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ പാർട്ട് മെഷീൻ്റെ കൂടെ എണ്ണുന്ന സമയത്തേക്ക് പോകേണ്ടതാണ്. വോട്ടെണ്ണൽ നേരത്തേക്ക് അവിടെ പോകണം. ഇതിൽ ഏജന്റുമാർ ഒപ്പൊക്കെ ഉണ്ടാവും. അത് താരതമ്യം ചെയ്ത് നോക്കിയിട്ടാണ് അവിടെ എണ്ണുന്നെടുക്കുക. അത് സ്ഥിരീകരിക്കുക. ഇത് വോട്ടർ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് നടന്ന സാധനമാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് അത്. പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി. പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി എന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ ഈ പോളിംഗ് സ്റ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതൊക്കെ രേഖപ്പെടുത്താനുള്ളതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി ഒരു പേപ്പറാണ്. ആ ഡയറി കണ്ടിട്ടില്ലാന്ന് പരിധി നടക്കാൻ പാടില്ല. ഡയറി കാണുന്നില്ലല്ലോ എന്ന് പരിധി നടക്കണ്ട. ഡയറി അറിയുന്നത് ഒരു പേപ്പറാണ്. ആ പേപ്പറിൽ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർ ഈ പോളിംഗ് സ്റ്റേഷനിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോൾ മെഷീൻ മാറ്റുന്നുണ്ടാവും, അതാണ് എഴുതേണ്ടി വരും. ഏത് സമയത്താണ് മെഷീൻ മാറ്റുന്നുണ്ട് എന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനുള്ളതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ട്. ഇത് പുതുതായിട്ട് ഈ പ്രാവശ്യം ഉള്ളതാണ്. ഒരു 4 പേജ് റിപ്പോർട്ടുണ്ട്. 4 ഷീറ്റായിട്ടാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഷീറ്റ് നമ്മൾ നേരത്തെ തെരഞ്ഞെടുപ്പ് പങ്കെടുത്തവർക്ക് അറിയാം. അത് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് എന്ന ഒന്നുണ്ടായിരുന്നു. അത് ഇതിൽ ഒന്നാമത്തെ ഭാഗമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ട് ഈ തവണ ആദ്യമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ VVPAT മാറ്റുകയാണെങ്കിൽ അതും എഴുതണം. EVM എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൽ ചേർക്കണം. ബാറ്ററി റീപ്ലേസ് ചെയ്യണമെങ്കിൽ മാറ്റണം. അതൊക്കെ അതിൽ രേഖപ്പെടുത്താനുണ്ട്. അതാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ട്. ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ്. ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ് അതായത് ചില അന്ധരായവരോ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവരോ അല്ലെങ്കിൽ സ്വമേധയാ വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ലിസ്റ്റ് ഓഫ് ഇൻഫോം വോട്ടേഴ്സ്. കമ്പാനിയൻ. ഇപ്പോൾ
ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സിൻ്റെ കൂടെ കമ്പാനിയൻ വരും. ആ കമ്പാനിയന് പൂരിപ്പിക്കാനുള്ളതാണ് ഫോം ഓഫ് ഡിക്ലറേഷൻ. റിപ്പോർട്ട് ഓൺ ദ വോട്ടിംഗ് ഓഫ് ദ വിഷ്വലി ഇംപയർഡ് വോട്ടേഴ്സ്. അത് ഡമ്മി ബാലറ്റ് ഷീറ്റ് നമുക്ക് തരും. കാരണം ഒരാൾ വിഷ്വലി ഇംപയർഡ് ആണെങ്കിലും അദ്ദേഹത്തിന് സ്വമേധയാ വോട്ട് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനം നമ്മുടെ ഈ വോട്ടിംഗ് മെഷീനിലുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വമേധയാ വോട്ട് ചെയ്യാം. കണ്ണ് കാണുന്നില്ലെങ്കിലും ഇതിൽ ബ്രെയിലി സൈനേജ് ഉണ്ട്. ഇവിടെ ഈ സൈഡിൽ ഇവിടെ 1, 2 എന്നിങ്ങനെ ചിഹ്നം കണ്ട് നമുക്കൊരു ബ്രെയിലി സൈനേജ് ഇതേപോലുള്ള ഒരു ഡമ്മി കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കൊടുത്ത് ആളുകൾക്ക് അതിൽ തൊട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ ആൾ ഇന്ന സ്ഥാനാർത്ഥിയാണ്, രണ്ടാമത്തെ ആൾ ഇന്ന സ്ഥാനാർത്ഥിയാണ്, മൂന്നാമത്തെ ആൾ ഇന്നാണ്. അപ്പോൾ അവർ തൊട്ടിന് 1, 2, 3 കണ്ടെത്താൻ പറ്റും. അതേപോലെ അവർക്ക് ഇവിടെ വന്ന് ബാലറ്റ് യൂണിറ്റിൽ നോക്കി 1, 2, 3 ഇത് സ്വന്തമായിട്ട് തന്നെ വോട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ആ റിപ്പോർട്ട് ഓൺ ദ വോട്ടിംഗ് ബൈ ദ വിഷ്വലി ഇംപയർഡ് വോട്ടേഴ്സ്. അങ്ങനെ ആരെങ്കിലും നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ വന്ന് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് റിപ്പോർട്ടിന് പ്രത്യേക റിപ്പോർട്ടാക്കാനുണ്ട്. ഡിക്ലറേഷൻ അബൌട്ട് ദ ഏജ് ആൻഡ് ദർ ലിസ്റ്റ്. ഇനി ഏതെങ്കിലും ഒരു കക്ഷിയിൽ ഒരു വോട്ടർ നമ്മുടെ ബൂത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സ് ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും. അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിനൊരു ഡിക്ലറേഷൻ വാങ്ങാനുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എഴുതേണ്ടതാണ്. ഡിക്ലറേഷൻ അണ്ടർ റൂൾ 49MA ടെസ്റ്റ് വോട്ട് എന്ന ഒരു സംവിധാനമുണ്ട്. അതെന്താണെന്ന് പിന്നീട് നമുക്ക് വീണ്ടും വിശദീകരിക്കാനുണ്ട്, ആ സമയത്ത് ചെയ്യാം. ഡിക്ലറേഷൻ ബൈ ദ ഇലക്ടർ ഹൂസ് നെയിം ഈസ് ഇൻ ASD ലിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ASD ലിസ്റ്റിലുള്ളവർ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, അത് അവർ ASD ലിസ്റ്റിലുള്ളവർ ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. ആ ഡിക്ലറേഷനാണ് റെസീറ്റ് ബുക്ക്. എന്തിനാ റെസീറ്റ് ബുക്ക്? ചാലഞ്ച് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റെസീറ്റ്, ചാലഞ്ച് ചെയ്യുന്ന ആൾ 2 രൂപ അടച്ച് റെസീറ്റ് വാങ്ങണം, എന്നാലേ അദ്ദേഹത്തിന് ചാലഞ്ച് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതാണ് റെസീറ്റ് ബുക്ക്. ആരോ ക്രോസ് മാർക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിന് ഉപയോഗിക്കാനാണ്. ടെൻഡർ വോട്ട് ചെയ്യുന്നവർ ആരോ ക്രോസ് മാർക്ക് വെച്ചിട്ടാണ് ബാലറ്റ് പേപ്പറിൽ മാർക്ക് ചെയ്യേണ്ടത്. സെൽഫ് ഇങ്ക് പാഡ്, സാധാരണ ഇങ്ക് പാഡ് തന്നെയാണ്. ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക്, അതായത് നമ്മുടെ ബൂത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ കവറുകളുടെ മുകളിലും എല്ലാ ഫോംസിൻ്റെ മുകളിലും ഒന്ന് തലേദിവസം തന്നെ നിങ്ങൾക്ക് കുത്തി ഉറപ്പുവരുത്താൻ പറ്റുന്നതാണ് ഡിസ്റ്റിങ്വിഷൻ മാർക്ക്. നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് വിട്ടുപോകാതിരിക്കാൻ എല്ലാ പോളിംഗ് സ്റ്റേഷൻ്റെ മുകളിലും എല്ലാ കവറിൻ്റെ മുകളിലും എല്ലാ ഫോംസിൻ്റെ മുകളിലും അത് ചെയ്യാം. ഡീറ്റെയിൽസ് ഓഫ് പോളിംഗ് ഏരിയ, ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ്, അതായത് നമ്മുടെ പോളിംഗ് ഏരിയ ഏതാണ് എന്ന് വിശദീകരിക്കുന്നതും ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ഈ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി ഉള്ളത് എന്ന് കാണിക്കുന്ന ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്. അത് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഒട്ടിച്ച് വെക്കേണ്ടതാണ്. അതാണ് ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സും പോളിംഗ് ഏരിയ. പോളിംഗ് ഏജന്റിന്റെ പാസ്, പോളിംഗ് ഏജന്റുമാരാണ് കാൻഡിഡേറ്റ്സിന് പോളിംഗ് ഏജന്റുമാരെ നിയോഗിക്കാം. ആ പോളിംഗ് ഏജന്റുമാർക്കുള്ള പാസ് നിങ്ങൾക്ക് തരും. സ്പെസിഫിക് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് ഇലക്ഷൻ ഏജന്റ്. സ്പെസിഫിക് സിഗ്നേച്ചർ കാൻഡിഡേറ്റ്സിന്റെ ഇലക്ഷൻ ഏജന്റിന്റെയോ കാൻഡിഡേറ്റിന്റെയോ ഇലക്ഷൻ ഏജന്റിന്റെയോ സ്പെസിഫിക് സിഗ്നേച്ചർ തരും. ആ സിഗ്നേച്ചർ നോക്കിയാണ് ഈ പോളിംഗ് ഏജന്റിലെ അപ്പോയിൻമെന്റ് ലെറ്ററിൽ നമ്മൾ ഇദ്ദേഹം തന്നെയാണോ ഏജന്റ് നിശ്ചയിക്കുന്നത്. അത് നോക്കി അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. വിസിറ്റ് ഷീറ്റ്, നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ പല ആളുകൾ സന്ദർശിക്കും. പല ആളുകൾ എന്നാൽ ഇലക്ഷൻ സംബന്ധിച്ചുള്ള ആളുകൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സന്ദർശിക്കുന്നാൽ അവരുടെ ഒപ്പുവാങ്ങാനുള്ള വിസിറ്റ് ഷീറ്റ്. 16 പോയിന്റ് റിപ്പോർട്ട്, ഒബ്സർവർക്ക് നേരിട്ട് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ടാണ് 16 പോയിന്റ് റിപ്പോർട്ട്. 16 ചോദ്യാവലിയുള്ള ഒരു പേപ്പറാണ്. ആ 16 എണ്ണത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 16 പോയിന്റ് റിപ്പോർട്ട് വന്നത്. വോട്ടേഴ്സ് ടേൺ ഔട്ട്, നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ എത്രയൊക്കെ വോട്ട് ചെയ്തു, എത്ര ഫീമെയിൽ എത്ര മെയിൽ എന്ന് കാണിക്കുന്ന വോട്ടിൻ്റെ അവസാന സമ്മറിയാണ് വോട്ടേഴ്സ് ടേൺ ഔട്ട്. അത് വെബ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതിനു വേണ്ടി തരുന്നതാണ്. ഈ ഫോംസ് ഒക്കെ ഒരൊറ്റ പുസ്തകമായിട്ടാണ് ഉണ്ടാവുക. ഇതുപോലുള്ള ഒറ്റ പുസ്തകമായിട്ട് തന്നെ നമുക്ക് ഫോംസ് കിട്ടും. അതുകൊണ്ട് ഏതെങ്കിലും ഫോം മിസ്സിംഗ് എന്ന് ഈ പ്രാവശ്യം നമുക്കത് പറയേണ്ടി വരില്ല. ഇത് ആ ഫോമില്ല ഈ ഫോമില്ല എന്ന് പറയാൻ നമുക്ക് ഇടവരുത്തില്ല. ഇതുണ്ടാകും. ഇതിൽ എല്ലാ ഫോമും ആവശ്യത്തിനുണ്ട്. കോവിഡ് കിറ്റും കൂടി ഉണ്ടാവും. ഇത് കൂടാതെ ഒരു കോവിഡ് കിറ്റും കൂടെ നമുക്ക് തരും. അവസാന അവറിൽ കോവിഡ് രോഗികൾക്കാണ് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള കോവിഡ് കിറ്റ് നമുക്കുണ്ടാവും. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ വിട്ടുപോകുന്നതിന് മുമ്പ് EVM, VVPAT ഇതൊക്കെ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ ഏതാണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഈ നമ്പറൊക്കെ കൃത്യമായിട്ടുണ്ടാകണം. സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. VVPAT ഒഴികെയുള്ളത്, VVPAT സ്വിച്ച് ഓൺ ചെയ്യാൻ പാടില്ല.
കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കണം. ബാറ്ററി ഇതിലൊക്കെ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഈ ഭാഗത്ത് ഇത് ടാഗ് ചെയ്യാൻ പാടില്ല. ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഉണ്ടാവും. ഈ ഭാഗവും സീൽ ചെയ്ത് അഡ്രസ് ടാഗ് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഉറപ്പ് വരുത്തണം. അതുപോലെ VVPAT ഈ പേപ്പർ ലോഡിങ് ഇതുണ്ട്, ഇവിടെയും ടാഗ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അത് ഉറപ്പ് വരുത്തുക. ഇത് നമ്മൾ ഈ സെൻറ്റർ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ അതിലൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതിന് ഈ മെഷീനിൽ മുമ്പ് നമ്മൾ സ്ലൈഡ് സ്വിച്ച് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് തമ്പ് വീലാണ്. ഇവിടെ 1 എന്ന പൊസിഷനിലാണോ ഉള്ളതെന്ന് ഒന്ന് ഉപയോഗിക്കണമെങ്കിൽ 1 മാത്രമാണ്. 16-ലധികം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് 1-ലാണെങ്കിൽ 16-നുള്ളിലാണ് സ്ഥാനാർത്ഥിക്ക് 1, പിന്നെ 2 ആണെങ്കിൽ 2 എന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് 1-ലാണോ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തണം. ഇതൊക്കെ ഉറപ്പ് വരുത്തി ടാഗ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരിക. എന്നിരുന്നാലും നമ്മൾ ഒന്നുകൂടി അത് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ ഇത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും തെറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം ചെയ്യേണ്ടത് ആ പോളിംഗ് സ്റ്റേഷൻ്റെ പരിസരം ഒന്ന് വീക്ഷിക്കുകയാണ്. ഒരു 200 മീറ്റർ ചുറ്റളവിൽ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ ഇലക്ഷൻ ബൂത്തുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. 200 മീറ്റർ ചുറ്റളവിൽ 100 മീറ്റർ ചുറ്റളവിൽ നമ്മൾ അവിടുത്തെ മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തോടു കൂടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 100 മീറ്റർ ചുറ്റളവിൽ. അതുകൊണ്ട് 100 മീറ്റർ ചുറ്റളവിൽ നമ്മുടെ അധികാര പരിധിയാണ്. 200 മീറ്റർ ചുറ്റളവിൽ ഈ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ ബൂത്തുകളോ ഇലക്ഷൻ ബൂത്തുകളോ പ്രചരണ സാമഗ്രികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിനകത്ത് 100 മീറ്ററിനകത്തേക്ക് ആരും ആയുധധാരികളായി കടന്നു വരാൻ പാടില്ല. പ്രത്യേകം നിയോഗിക്കപ്പെട്ട ആളുകൾ അല്ലാതെ ആരും ആയുധധാരികളായി കടന്നു വരാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക. പോയി ഒന്ന് ചുറ്റുവട്ടം നോക്കുക. മാത്രമല്ല വോട്ടർമാർക്ക് അഷ്വർ ചെയ്ത ചില മിനിമം ഫെസിലിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് എല്ലാ പോളിംഗ് ബൂത്തിലേക്കും കടന്നു വരാൻ റാമ്പ് ഉണ്ടാവണം. ഒരു വീൽ ചെയർ ആയിട്ട് വരികയാണെങ്കിൽ അതിലൂടെ കടന്നു വരാനുള്ള റാമ്പ് എല്ലാ പോളിംഗ് സ്റ്റേഷനകത്തും ഉണ്ടാവണം. അതിന് സൗകര്യം ഉണ്ടാവും. ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവണം. അതുപോലെ നല്ല വിശ്രമിക്കാനുള്ള അല്ലെങ്കിൽ അധികം ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് ഉണ്ടാവണം. അവിടെ തണലത്ത് കാത്തു നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവണം. അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. അതാണ് നമ്മൾ ആദ്യം തലേ ദിവസം പോയാൽ കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. നമുക്കും കൂടെ ആവശ്യമാണല്ലോ. ലാട്രിൻ ഉണ്ടോ, അതൊക്കെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ, അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. അതുപോലെ നമ്മുടെ പോളിംഗ് സ്റ്റേഷനകത്ത് മറ്റ് പല സാധാരണ ഇപ്പോഴത്തെ സ്കൂളുകളൊക്കെ വളരെ ചിത്രങ്ങൾ കൊണ്ടൊക്കെ അലങ്കൃതമാണ് അല്ലേ. കുട്ടികൾ ചിത്രം വരച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി ചിഹ്നമാകുമെന്ന് വിചാരിച്ചിട്ടല്ല. അവർ പല ചിത്രങ്ങളും വരച്ചിട്ടുണ്ടാകും. കിളികളെ ചിത്രം വരച്ചിട്ടുണ്ടാകും, കാക്ക വരച്ചിട്ടുണ്ടാകും, തൊപ്പി വരച്ചിട്ടുണ്ടാകും, ചെണ്ട വരച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾ പലരും സ്വതന്ത്രന്മാരോ അല്ലെങ്കിൽ മറ്റ് ആളാകുമ്പോൾ അവർ ചിഹ്നങ്ങൾ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായിട്ട് ഇത് വരുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കണം. അത് മറച്ച് ഒഴിവാക്കണം. നാഷണൽ ലീഡേഴ്സിൻ്റെ ചിഹ്നങ്ങൾ അത് ഒഴിവാക്കണം. അതൊക്കെ മറച്ചു വെക്കണം. ഗാന്ധിജിയുടെ ഒഴികെയുള്ള ഒരു നേതാവിൻ്റെയും ചിത്രം നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിശോധിച്ച് നമ്മൾ ഉറപ്പുവരുത്തി ക്ലിയർ ചെയ്യണം. വൈദ്യുതി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ വെളിച്ചം, ആവശ്യത്തിന് വൈദ്യുതി അല്ല വെളിച്ചം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വെളിച്ചം ഉറപ്പുവരുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നേരിട്ട് വെളിച്ചം നമ്മുടെ പോളിംഗ് കമ്പാർട്ട്മെന്റിൽ, നമ്മുടെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടെ ഇതിനകത്തേക്ക് നേരിട്ട് വെളിച്ചം വീഴുന്ന തരത്തിൽ വെളിച്ചം സെറ്റ് ചെയ്യാനും പാടില്ല. ഇതിന് നേരിട്ട് വെളിച്ചം വരുന്നത് കുറച്ച് സെൻസിറ്റീവായ ഒരു മെഷീനാണ്. അതുകൊണ്ട് നേരിട്ട് വെളിച്ചം ഇതിന് മുകളിൽ വീഴാത്ത തരത്തിലായിരിക്കണം അത് സജ്ജീകരിച്ചിട്ടുണ്ടാവുക എന്നത് അത് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം ഈ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലെത്തി. ആ പോളിംഗ് സ്റ്റേഷനിലെത്തിയാൽ പോൾ മാനേജർ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓൾ ഇൻ പൊസിഷൻ എന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കാനുണ്ട്. നമ്മളെല്ലാവരും റെഡിയാണ് എന്ന് പറയാം.